കാപ്പ കേസ് പ്രതി സിഐയെ കുത്തി പരിക്കേൽപ്പിച്ചു. തൃശൂർ ഒല്ലൂർ സിഐ ഫർഷാദിനാണ് കുറ്റേറ്റത്. കാപ്പ കേസ് പ്രതി അനന്തുമാരിയാണ് സിഐയെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട് പ്രതികൾ, നമ്മുടെ കസ്റ്റഡിയിൽ. നമ്മൾ 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. അതെ, അദ്ദേഹത്തിന് മുമ്പ് കേസുണ്ട്, 12ഓളം കേസുണ്ട്. പ്രിവെന്റീവ് അറസ്റ്റ് അടക്കം നിരവധി വധശ്രമ കേസുകളൊക്കെയുള്ള വ്യക്തിയാണ്. അല്ല, അദ്ദേഹം ഒളിവിലല്ല, കാപ്പ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. അത് കാപ്പ കഴിഞ്ഞ സെക്ഷൻ 3 കാപ്പയിൽ ജയിലിലായിരുന്നു. ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. 2-3 മാസമായിട്ടുള്ളൂ. പുള്ളിക്കാരെക്കൊണ്ട് വേറെ CPOക്ക് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു മൈനർ ഇഞ്ചുറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതും ആ കാര്യങ്ങൾ നമ്മൾ മൊഴിയിൽ ഉൾപ്പെടുത്തി കേസ് അന്വേഷണം മുന്നോട്ട്. MS ലിഷോ വിവരങ്ങളുമായി ചെന്നത്. ലിഷോയി, സിയുടെ സ്ഥിതി എങ്ങനെയാണ്? ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ഈ അക്രമം ഉണ്ടായത്? ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. പരിക്കുകളുണ്ട്. പരിക്കുകൾ ഇപ്പോൾ ചികിത്സിച്ചു വരികയാണ്. ഇത് സംഭവം നടന്നത് ഇന്ന് വൈകുന്നേരമാണ്. തൃശ്ശൂർ അഞ്ചേരിയിൽ വെച്ചാണ് ഈ സംഭവം. നേരത്തെ ഇന്ന് രാവിലെ ഒരു കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് CIയും സംഘവും അതിൻ്റെ കേസ്, ആ ഒരു സംഭവം അന്വേഷിക്കുന്നതിനായി, ആ പരാതി അന്വേഷിക്കുന്നതിനായി അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്തേക്ക് പോയതായിരുന്നു. ആ സമയത്ത് അവിടെ ഈ പ്രതികൾ ഉണ്ടായിരുന്നു. ഈ പ്രതികളായ പ്രധാനപ്പെട്ട പ്രതിയായ അനന്തുമാരി എന്ന് പറയുന്ന പ്രതി, അയാളും കൂടെ ഉണ്ടായിരുന്ന 3 പേരും അവിടെ ഇരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പോലീസ് സംഘം അവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് ഈ പോലീസിന് നേരെ ഈ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അനന്തുമാരി എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതിയായിരുന്നു. ഇയാൾ കാപ്പ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് CI ഫർഷാദിനെ കുത്തുകയായിരുന്നു. ഫർഷാദിൻ്റെ ഈ തോളിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ലങ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതി ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ ആഴത്തിലുള്ള മുറിവല്ലാത്തതിനാലാണ്, ഭാഗ്യം കൊണ്ടാണ് വലിയ ഗുരുതരമായ പരിക്കുകൾ ഇല്ലാതെ CIക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഉടനടി തന്നെ അനന്തകുമാരി അല്ലേ, അയാളുടെ പശ്ചാത്തലം എന്താണ്? ആരാണ്? അയാളുടെ പശ്ചാത്തലം എന്താണ്? അയാൾ സ്ഥിരം ഏതൊക്കെ തരം കേസുകളിൽ പെടുന്ന ആളാണ്? എവിടുത്തുകാരനാണ്? അത്തരം വിവരങ്ങൾ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ടോ? തീർച്ചയായും അനന്തുമാരി എന്ന് പറയുന്നത് ഈ കാപ്പ കേസ് പ്രതിയാണ്. ഇയാൾ നിരവധി വധശ്രമ കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ്. അയാൾക്കെതിരെ നേരത്തെയും നിരവധി കേസുകൾ, അതായത് ഏകദേശം 15ഓളം കേസുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന വിവരം. ഈ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചതായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ഇന്നിപ്പോൾ ഒരു കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. അതിനെ തുടർന്ന് ഇയാളെ നിലവിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും, അതായത് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് സംഘം ഇവിടേക്ക്, അഞ്ചേരിയിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഇയാളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ആക്രമണം നടന്നത്. കൂടെ ഉണ്ടായിരുന്ന 3 പേരെയും പോലീസ് പിന്നീട്, ഈ അനന്തുവിനെയും അതിനോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെയും പോലീസ് പിന്നീട് കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിൽ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു വരികയാണെന്നാണ് പറയുന്നത്. DIGയും അതുപോലെ തന്നെ DIG തോംസൺ ജോസും അതിനോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയും ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തുകയും ഈ പരിക്കേറ്റവരെ അവരെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ മറ്റൊരു CPOയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. വിപിൻ ദാസ് എന്ന് പറയുന്ന CPOയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചെറിയ നിസ്സാര പരിക്കുകളെ ഉള്ളൂ. ശരി, CIക്കും ഒരു CPOയ്ക്കുമാണ് പരിക്കേറ്റത്. MS ലിഷോയാണ് ആ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.